ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രാഹുൽ അടുത്ത് മനോഹർ പറയുന്നുണ്ട്, താൻ എന്നേ ഒരു കാര്യം ചെയ്യടോ, എന്നെ കൊല്ലടോ, എനിക്ക് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേടാ ഇവിടെ എല്ലാവരും പറ്റിക്കണത്. നിന്റെ സ്വഭാവം എന്താണെന്നും എങ്ങനെയൊക്കെ സഞ്ചരിക്കുമെന്നൊക്കെ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആരും ഇവിടെ ഇല്ലടാ എന്ന് പറയാണ്. മനോഹർ പറയട്ടെ, താൻ പറഞ്ഞല്ലോ എന്റെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാന്ന്, എങ്കിൽ താൻ എന്താന്ന് ചെയ്യടോ, ഞാൻ നിന്ന് തരാം, തന്നെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ കൊല്ലൂടാ, ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ മനോഹരത്തെ അപ്പുറത്ത് ജയിൽവാസികൾ പറയണ്ടേ, എന്തിനാണ് വെറുതെ അയാളുടെ വാലിക്കണ കേൾക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നത്? അയാളെ വാലിക്കണ കേൾക്കാൻ വേണ്ടിട്ടല്ല, അയാളുടെ മോള് വന്നപ്പോഴേക്കും എന്റെ കുഞ്ഞും കൂടി വന്നോന്നറിയാൻ വേണ്ടിട്ട് പോയതാണ് ചേട്ടാ എന്നൊക്കെ മനോഹർ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സരയു സത്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ ഗംഗപ്രസാദ് എവിടെയാ ഉള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കിരണിന്റെ അടുത്തേക്ക് പോവാട്ടോ. കിരണിന്റെ ഫോൺ വിളിക്കുകയാണ്. കിരണ്, ഞാൻ പറയുന്ന സ്ഥലത്ത് എത്രയും പെട്ടെന്ന് നീ എത്തണം എന്ന് പറയുമ്പോൾ ശരി സരയു, ഞാൻ ഇപ്പൊ തന്നെ എത്താന്ന് പറയുമ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എവിടെയൊക്കെ കിരണേട്ട പോണെന്ന് ചോദിക്കുമ്പോഴേക്കും കല്യാണി, അമ്മയുടെ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവൻ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നീ സമാധാനമായിട്ടിരിക്കെ. നിന്റെ ആഗ്രഹം പോലെ തന്നെ അമ്മയുടെ 16-ന് മുമ്പ് തന്നെ നമുക്ക് ഗംഗപ്രസാദിന്റെ മരണം കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാട്ടോ. ബൈജു പറയണ്ട, എവിടെയാ അളിയാ പോണത്, നീയും കൂടി വാട കൂടെ, സരയു വിളിച്ചിട്ടുണ്ട്, ഒരു ആവശ്യമുണ്ട്, വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കിരണും ബൈജും കൂടി സരയു വിളിച്ചിടത്തേക്ക് പോവാണ്. എന്താ സരയു, എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അറിയാലോ കിരണിന്, എനിക്കിപ്പോഴും അതിനെയൊക്കെ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് നേരെ പോയത്, കിരണിന്റെ വീട്ടിൽ നേരെ പോയത് അച്ഛന്റെ അടുത്തേക്കായിരുന്നു. അച്ഛൻ എന്നെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചു, അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവൻ എവിടെയാണ് ഉള്ളതെന്നും ഇപ്പൊ എന്താ ചെയ്യണേന്നും അവന്റെ ഫോൺ നമ്പർ എന്താന്നും എല്ലാം അടക്കം എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അതെയോ, അവനിപ്പോ എവിടെയാ ഉള്ളത് സരിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ നമ്മുടെ പള്ളി ഉണ്ടല്ലോ, ഒരു പള്ളിയുടെ പേര് പറഞ്ഞു. ആ പള്ളിയുടെ അടുത്ത് ഒരു പുറകിൽ ഒരു വഴിയുണ്ട് അത്രേ. ആ വഴിയുടെ ഉള്ളിൽ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിന്റെ അപ്പുറത്ത് അധികം വീടൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്, അത് കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ഒരു വീടുണ്ട്, അവിടെ അവൻ നിൽക്കണതെന്ന് പറയാണ്. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ? പോകാം, ഇപ്പൊ തന്നെ പോകാം. കാരണം അവൻ പെട്ടെന്ന് വീട് മാറുന്ന ഒരു ടൈപ്പ് ആണെന്ന് അറിയാലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോകാന്ന് പറയാണ്. അങ്ങനെ സരിയും കിരണും ബൈജും കൂടി നേരെ പോണത് ആ ഒരു സ്ഥലത്തേക്കാട്ടോ, അതായത് ഈ രാഹുൽ പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പൊ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്, ഒരു കാട് പിടിച്ചു കിടക്കുന്ന പോലത്തെ ഒരു വീടാട്ടോ. ആ വീടിന്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു ആംബുലൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ ബൈജു പറഞ്ഞ, കിരണളിയ നോക്കിക്കേ, ആംബുലൻസ്. അപ്പൊ ഈ ആംബുലൻസ് തന്നെയാണ് അവൻ വന്നത്. ശേഷം ആംബുലൻസ് വിളിച്ചിട്ട് അവൻ അകത്ത് കയറി റെസ്റ്റ് ചെയ്യായിരിക്കും. ഇന്നത്തോടെ അവൻ കഴിഞ്ഞടാ, തോക്കൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സരി പറഞ്ഞ, എന്റെ അടുത്തൊരു തോക്കുണ്ട് അളിയ, എന്റെ അടുത്തിരുന്ന് ബൈജു പറയുമ്പോ, സാരില്ലടാ, നീ വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞാനും സരിയും കൂടി അകത്തേക്ക് കയറാം, വേണ്ട ഞാനും നിങ്ങളുടെ കൂടെ വരാന്ന് ബൈജു പറയുന്നുണ്ട്. അങ്ങനെ സരിയും കിരണും ബൈജും കൂടി ചേർന്നിട്ട് ആ വീടിന്റെ പുറകു വശത്തൂടി അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കട്ടെ. അപ്പൊ കിരൺ ഇങ്ങനെ തോക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ ഒന്നും ആരുടെ അനക്കമൊന്നും ഇല്ല. അപ്പൊ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ആളെ കാണുന്നില്ല. അപ്പൊ കിരൺ പറയുന്നുണ്ട്, സരിയു ഇവിടെ ആളില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അപ്പൊ അവൻ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും മാറി കാണുമായിരിക്കും, അവൻ ഇവിടെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതെ അതെ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ വേഷവും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ ആംബുലൻസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ രാത്രി ആയാലും അവൻ ഇവിടെ എത്തുമായിരിക്കും. പക്ഷെ അവൻ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട്, അവൻ പോയത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല സരിയു, അത് ഉറപ്പാണ്. ഇനി നമ്മൾ ഇവിടെ വന്ന സമയത്ത് എങ്ങാനും അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകോ എന്ന് സരിയുവിനോട് ചോദിക്കുകയാണ് കിരൺ. അപ്പൊ സരിയു കണ്ട്, സംശയിക്കണം കിരണെ, അവനെ സംശയിക്കണം, അവൻ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പോയിരിക്കുന്നത് കാർത്തികയുടെ അമ്മയുടെ അടുത്തായിരിക്കും. എങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കിരണും സരിയും ബൈജും കൂടി അപ്പൊ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അതേസമയം പ്രകാശനാണെങ്കിൽ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, മോളെ കല്യാണി, നീ ഇങ്ങനെ വിഷമിച്ച് കാണുമ്പോ അച്ഛനെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ എത്ര നാളിങ്ങനെ ഇരിക്കും മോളെ, ഇതൊക്കെ കണ്ട് നിന്റെ അമ്മക്ക് സന്തോഷമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മരിച്ച അമ്മ തിരിച്ചു വരുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാനും ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കാം. എനിക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ള ആളല്ലേ, ഭക്ഷണം കഴിക്കാതെ മരിക്കണമെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ അച്ഛ, അങ്ങനെ പറയല്ലേ അച്ഛ, എനിക്ക് അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. ഇപ്പൊ അമ്മ പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും അപ്പൊ നിനക്ക് ആ വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മോള് ഭക്ഷണം കഴിക്കേ, അച്ഛനാണ് പറഞ്ഞത്, വേണമെങ്കിൽ അച്ഛൻ മോൾക്ക് ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ കല്യാണിനെ കൊണ്ട് ഭക്ഷണമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കല്യാണി അടുത്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴേക്കും, ഞാൻ കിരണേട്ടന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ, മോള് പോയിക്കോ, മോൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അവിടെ പോയിക്കോ എന്ന് പറയാണ്. ഞാൻ എന്നാ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോവാണ് അച്ഛാ എന്ന് പറയുമ്പോ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി അകത്തേക്ക് കയറുമ്പോഴേക്കും കാദംബരിയും പ്രകാശനും അവിടെ തന്നെ ഹോളിൽ തന്നെ ഇട്ടോ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുമ്പില് ആരോ കോണിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പൊ കാദംബരി പ്രകാശം പറഞ്ഞ ആരോ വന്നിട്ടുണ്ട്, കിരൺ മോനും ബൈജു ആയിരിക്കും എന്ന് പറയാണ്.
കാദംബരി വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അതൊരു എന്താണ് ഇങ്ങനെ, അതായത് ഈ പഴനി, അതുപോലെ തന്നെ തീർത്ഥാടനം, അവിടെയൊക്കെ ആ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് പുണ്യ സ്ഥലങ്ങളിലൊക്കെ പള്ളിയിലും നേർച്ചയും കാര്യങ്ങളൊക്കെ പോണ ആൾക്കാര് ആ ഒരു കാവ്യ വേഷവും, അതുപോലെ തന്നെ ഇത്ര വീടുകളിൽ പോയിട്ട് അമ്പലത്തിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുള്ളൂ നേർച്ചയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതേ വേഷത്തിൽ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ സ്റ്റെഫിയും കൂടി വന്നിരിക്കാട്ടോ. അത് സ്റ്റെഫി ഇങ്ങനെ തലയിൽ കൂടി ഷോളൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഗംഗപ്രസാദ് വലിയ മീശയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് കാവടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ബെല്ലടിക്കുമ്പോഴേക്കും കാദംബരി വാതിൽ നിൽക്കുമ്പോൾ ഇവരെയാണ് കാണുന്നത്. എന്താന്ന് കാദംബരി ചോദിക്കുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഒരു തീർത്ഥാടനത്തിന് പോവാണ്, അപ്പൊ ഇത്രയും വീട്ടിൽ കയറാന്നൊരു വഴിപാട് ചടങ്ങുണ്ട്, അപ്പൊ അതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറയാണ്. അപ്പൊ കാദംബരിക്ക് ഗംഗപ്രസാദിനെ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആളെ മനസ്സിലാവുന്നില്ല. അപ്പൊ കാദംബരി നിക്കട്ടെ ഒന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും പ്രകാശനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആരാ മോളെ വന്ന്, ഏതോ നേർച്ചയെന്നോ വഴിപാടെന്നോ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞു വന്നതാണ് അച്ഛാന്ന് പറയുമ്പോഴേക്കും തീർത്ഥാടനമൊന്നോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഗംഗപ്രസാദും സ്റ്റെഫി ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പൊ ഗംഗപ്രസാദിനെ പ്രകാശം നോക്കിയിട്ട്, അയ്യോ എന്നാ ഞങ്ങള് തീർത്ഥാടനത്തിന് വേണ്ടി വന്നതാണ്, പൈസ പിരിവിന് വേണ്ടി വന്നതെന്നല്ല, 1 രൂപ തന്നാലും കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറയാണ്. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാൻ പ്രകാശനകത്ത് പോണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രൊമോയിൽ ഇത്രയും ഭാഗം കാണിച്ചുള്ളൂ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രകാശിന് നല്ല സംശയമുണ്ട്. പ്രകാശിനെ നോട്ടം കണ്ടാൽ അറിയാം, പ്രകാശൻ ഗംഗപ്രസാദിനെ സ്റ്റെഫിനെ നേരിട്ട് കണ്ട ഒരാളാണ്. അവർ എത്ര വേഷന്മാർ വന്നാലും ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് സ്റ്റെഫിനെ കണ്ടാൽ മനസ്സിലാകും. കാരണം പെണ്ണ് കാണാൻ പോയപ്പോ ബൈജുവിന്റെ കൂടെ പ്രകാശനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശൻ ഈ ഒരു കാര്യം കിരണിനെ അടുത്ത് പറയാൻ വേണ്ടി മിക്കവാറും അകത്തേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗംഗപ്രസാദും സ്റ്റെഫിയും തീർന്നു. പക്ഷെ ഈ ഒരു കാര്യം കൂടി ഉണ്ട്, ഗംഗപ്രസാദും സ്റ്റെഫിയും ഒരുമിച്ച് തീരത്തില്ല. ആദ്യം സ്റ്റെഫിയെ തീരുള്ളൂ, അതിനുശേഷം മാത്രമേ ഗംഗപ്രസാദ് തീരുള്ളൂ, അത് ഉറപ്പാട്ടോ. അപ്പൊ ഗംഗപ്രസാദിനെ സ്റ്റെഫിനെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് മിക്കവാറും അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാനാണ് ചാൻസ്. പക്ഷെ സ്റ്റെഫിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റെഫി മിക്കവാറും ഇല്ലാതാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പൊ വീക്കെൻഡ് പ്രൊമോ നല്ല അടിപൊളി പ്രൊമോ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എല്ലാ ആഴ്ചയിലും പ്രൊമോ നല്ല സൂപ്പർ തന്നെയാട്ടോ. ഒരു ദിവസം പോലും മിസ് ചെയ്യാൻ പറ്റാത്ത എപ്പിസോഡ്സ് തന്നെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ലാഗിങ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ എപ്പിസോഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്ത ആഴ്ചത്തെ ഭാഗങ്ങൾ ഇത്രയും മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ.